എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേർ ഐസക് മത്തായി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവനാകുന്നു നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ പരിപൂർണ സമാധാനമുള്ളവനായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു അകൽച്ചയുണ്ടായി. അങ്ങനെ മനുഷ്യൻ്റെ സമാധാനമില്ലാതെയായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിത്യമായിരുന്നതിനാൽ ആ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുവാൻ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന അകൽച്ച കർത്താവ് ഇല്ലാതെയാക്കി. മനുഷ്യനെ ദൈവത്തോട് ഒന്നാക്കി തീർത്തു, കൂടുതൽ അടുപ്പിച്ചു. പൂർണ്ണ സമാധാനവും സന്തോഷവും വാഗ്ദത്തം ചെയ്തു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസത്താൽ നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടിപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അതായത് കർത്താവിൽ കൂടി നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു മൂലം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമാധാനം നാം കർത്താവിൽ നിന്നും വിശ്വാസത്താൽ പ്രാപിക്കണം. സ്തോത്രം. ക്രിസ്തു നമ്മുടെ സമാധാനം. ക്രിസ്തു ദൈവവും മനുഷ്യനുമായി സമാധാനം വരുത്തുന്നു. ക്രിസ്തു മനുഷ്യനും മനുഷ്യനുമായി സമാധാനം വരുത്തുന്നു. ക്രിസ്തു യഹൂദനും ജാതിയും തമ്മിൽ സമാധാനം ഉണ്ടാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അതായത് ഭിന്നത, എതിരഭിപ്രായം, ശത്രുത്വം എല്ലാം ഇല്ലാതെയാക്കി. യഹൂദനും ജാതികളും, ഉയർന്ന ജാതിയും താണജാതിയും, ധനവാനും ദരിദ്രനും, പണ്ഡിതനും പാമരനും തമ്മിലുള്ള അകൽച്ച ഇല്ലാതെയാക്കി. വചനത്താൽ അവൻ സകലരെയും ഒന്നാക്കി തീർത്തു. എന്നാൽ ഈ വേദപുസ്തക സത്യത്തെ കണക്കിലെടുക്കാതെ ചില സഭകളിൽ വേർപാടിൻ്റെ നടുച്ചുവർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സഭകളിൽ വിശ്വാസികളും സഭാ ശുശ്രൂഷകന്മാർ തമ്മിലും, വിശ്വാസികൾ തമ്മിലും, അതായത് പണമില്ലാത്തവനും പണമുള്ളവനും തമ്മിലും, നല്ല ജോലി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലും, വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവനും യൗവനക്കാർ തമ്മിലും, പാടാൻ അറിയുന്നവനും അറിയാൻ പാടില്ലാത്തവനും തമ്മിലും വലിയ വൻമതിലാണ് ഇന്ന് സഭകളിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇങ്ങനെയുള്ള സഭകളിൽ കർത്താവായ യേശു ക്രിസ്തു സഭാ ഹാളിന് വെളിയിലാണ്. സ്തോത്രം. നാം ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. കർത്താവ് 3 ഇരുമ്പാണികളിൽ മുഴുവൻ ശരീരഭാരവും തൂങ്ങിക്കിടക്കുന്നു. രക്തം ധാരധാരയായി ഒഴുകുന്നു. ജനം പരിഹസിക്കുന്നു. തലയിൽ മുൾക്കിരീടം. ശിഷ്യന്മാർ സ്വന്തം ജീവനെ പേടിച്ച് ഓടിയിരിക്കുന്നു. അപ്പോഴും
കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എന്തൊരു മഹാസ്നേഹമാണ് നമുക്ക് ആ ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഈ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വീതി എത്രയെന്ന് നാം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനിൽ സമാധാനമുണ്ട്. മാത്രവുമല്ല, നമ്മുടെ മധ്യത്തിൽ വേർപാടിൻ്റെ നടിച്ചുവർ കാണുകയില്ല. സമാധാനമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ സമാധാനമുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയും. സമാധാനം എവിടെ നിന്ന് ലഭിക്കുമെന്ന് അനേകരും അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു സമാധാനവുമായി നിങ്ങളുടെ ഹൃദയവാതിക്കൽ നിന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ നിങ്ങളുടെ സമാധാനം, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. എൻ്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. എന്നിൽ ആശ്രയിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇന്ന് അനേകർ ഒരിറ്റ് സമാധാനത്തിനായി വിനോദങ്ങളിലും മദ്യത്തിലും ഡ്രഗ്സിലും നൈറ്റ് ക്ലബ്ബുകളിലും പിക്നിക്കുകളിലും വിനോദയാത്രകളിലും എല്ലാം അഭയം തേടുന്നുണ്ട്. എന്നാൽ ദൈവവചനം പ്രസ്താവിക്കുന്നത് സമാധാന സുവിശേഷവുമായി ലോകത്തിലേക്ക് വന്ന പുത്രനായ ക്രിസ്തുവിൽ നിന്നല്ലാതെ ആർക്കും യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണ ചട്ടങ്ങളിൽ സമാധാനം കണ്ടെത്തുവാൻ ഓടി നടന്ന അപ്പോസ്തലനായ പൗലോസിന് ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം കണ്ടെത്തുവാൻ കഴിഞ്ഞു. സ്തോത്രം. അവനാകുന്നു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. സങ്കീർത്തനം 119 165 വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ദിവ്യ സ്വഭാവത്താൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ധരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക, ഉയരത്തിലുള്ളത് തന്നെ നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന സമാധാനത്തിനായി ദൈവത്തെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നന്ദിയോടെ പാടി പുകഴ്ത്തുക. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ നാം അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെ വളരെ ഉപരിയാണ് ക്രിസ്തുവിൻ്റെ നമ്മോടുള്ള സ്നേഹം. അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും അറിഞ്ഞ് ദൈവത്തിൻ്റെ എല്ലാം നിറവോളം നിറഞ്ഞു വരിക. ഇതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സമാധാനത്തെ എങ്ങനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും? ഇതിന് ചില എളുപ്പമാർഗങ്ങളുണ്ട്. ഒന്നാമതായി, എല്ലാറ്റിനും ദൈവത്തിൽ ആശ്രയിക്കുക. 2, തിന്മയ്ക്ക് പകരം നന്മ മാത്രം ചെയ്യുക. 3, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 4, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടോടുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സമാധാനത്തെ നിലനിർത്തുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 26 അധ്യായത്തിൻ്റെ 3
4 വാക്യങ്ങൾ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എത്രയോ ഉത്തമമാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരീക്ഷകളും ഉണ്ടാകാം. അപ്പോഴും നമ്മുടെ ആശ്രയം കർത്താവിലും അവൻ്റെ വചനത്തിലും ആയിരിക്കണം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ദൈവം നല്ലവൻ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടമോ നഷ്ടമോ എന്ത് തന്നെ നേരിട്ടാലും ദൈവത്തിനായി, അവൻ്റെ അരുൾപ്പാടിനായി കാത്തിരിക്കുക. ഇങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവനിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയും. തിന്മയ്ക്ക് പകരം നന്മ മാത്രം ചെയ്യുക. ദോഷത്തെ വിട്ടോടുക. തിന്മയ്ക്ക് പകരം നന്മയും ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യരുത്. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാകയാൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി നാം മാറണം. സങ്കീർത്തനം 34:14 പറയുന്നത്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ദൈവസമാധാനം കണ്ടെത്തുവാൻ കഴിയുകയില്ല. നന്മ പ്രവർത്തിക്കുന്നവന് മഹത്വവും മാനവും പുകഴ്ചയും ദൈവത്തിൽ നിന്ന് ലഭിക്കും. സ്തോത്രം. അകൃത്യഭാരം ചുമക്കുന്നവൻ്റെ വഴി വളഞ്ഞ വഴിയാണ്. അകൃത്യ നിമിത്തം ബലം ക്ഷയിച്ച് അസ്ഥികൾ ക്ഷീണിച്ചിരിക്കുന്നു. ആ അവസ്ഥയാണെന്ന് മനുഷ്യൻ്റെ. ദുഷ്ടത പ്രവർത്തിക്കുന്നവനക്ക് സമാധാനമില്ല. അവർ കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നു, നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കർത്താവിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയും. ആത്മാവിനനുസരിച്ച് ആത്മനിയോഗത്തിൽ നടക്കുന്നവർക്ക് സമാധാനം ലഭിക്കും. ഒരു കാര്യം കൂടി വ്യക്തമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. കാരണം ആത്മാവിൻ്റെ ചിന്ത എപ്പോഴും സമാധാനമാകുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടും മനുഷ്യരോടും ശത്രുത്വമാകുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തുവാൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. ഈ ലോക ചിന്തകളെയും മോഹങ്ങളെയും വിട്ടോടുക. റോമാലേഖനം 13:14 പറയുന്നത്, മോഹങ്ങൾ ഇനി ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ ലോക ചിന്തകളെ വിട്ട് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴുവാൻ ക്രിസ്തു ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇനി നാം ചെയ്യേണ്ടത് ഒന്നാമതായി അവനിൽ മാത്രം ആശ്രയിക്കുക. 2, തിന്മയ്ക്ക് പകരം നന്മ മാത്രം ചെയ്യുക. 3, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. 4, ഈ ലോക മോഹങ്ങളെ വിട്ടൊഴിയുക. അതിനായി ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.